നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്, നമസ്കാരം ട്രേഡേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ഞായറാഴ്ചയിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കടക്കാം. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ഓഫീസിലാണ്. ഇന്ന് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ട്രെയിനിങ് നമ്മളിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിരാവിലെ തന്നെ ഓഫീസിൽ വന്ന് ന്യൂസ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ട്രെയിനിങ് ഇപ്പോൾ സ്റ്റാർട്ടാവും. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കണ്ട ഒരു കാര്യങ്ങളും കൂടാതെ തന്നെ അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നും നൽകുന്നില്ല. മാർക്കറ്റിലുള്ള ന്യൂസുകൾ കൃത്യമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ചാനലിൻ്റെ ഒരു ധർമ്മം. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 23,500 തിങ്കളാഴ്ച ദിവസം നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നത് 23,500. അതിനുശേഷം ഏകദേശം ഒരു 600 പോയിന്റ് ഒരു ഇടിവ് രേഖപ്പെടുത്തി 22,900 വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ഉള്ളത്. പക്ഷെ ഒരു കാര്യം, ഈ ഒരു ആഴ്ചയിൽ നിഫ്റ്റി 22,750 എന്ന് പറയുന്ന ലോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആഴ്ചയിൽ ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ 3 തവണയാണ് നിഫ്റ്റി 22,750 എന്ന് പറഞ്ഞൊരു ലോ ഇപ്പോൾ ടച്ച് ചെയ്തിട്ടുള്ളത്. 3 തവണ ഒരേ റേഞ്ച്. FISന്റെ സെല്ലിംഗ് ആണ് ഇത്ര വലിയൊരു ഇടിവിന് കാരണം. ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ ജാനുവരി ഫെബ്രുവരി തീർന്നിട്ടില്ല. എങ്കിൽ കൂടിയും ഫെബ്രുവരി തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വർഷം 1,16,000 കോടി രൂപയാണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല്ല് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ എൻറ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ 3 ലക്ഷം കോടിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഈ ഒരു കലണ്ടറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1,16,000 കോടി FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല്ല് നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൂടാതെ തന്നെ കഴിഞ്ഞ ആഴ്ച എല്ലാ സെക്ടറും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. റിയാലിറ്റി സെക്ടറാണ് ഏറ്റവും കൂടുതൽ സെക്ടർ വൈസ് ഇടിവ് രേഖപ്പെടുത്തിയത്, 10%. കൂടാതെ തന്നെ മീഡിയ സെക്ടർ വൈസിലാണ് 8% ഇടിവ് രേഖപ്പെടുത്തി. ഇനി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്തിട്ടുള്ളത് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഐഷർ മോട്ടോഴ്സ് ആണ്, 13%. കൂടാതെ തന്നെ അദാനി ഏകദേശം ഒരു 9% ഇടിവ് രേഖപ്പെടുത്തി. ഹീറോ മോട്ടോകോർപ്പും ഇടിവ് രേഖപ്പെടുത്തി. ഹാർലി ഡേവിഡ്സന്റെ ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ഈ ഒരു സെഗ്മെന്റിലുള്ള മറ്റ് ബൈക്ക് നിർമ്മാതാക്കൾക്ക് അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായി. കൂടാതെ തന്നെ അദാനി സ്റ്റോക്കുകൾ ഇടിയാനായിട്ടുള്ള പ്രധാന കാരണം ശ്രീലങ്കയിൽ നിന്ന് അവർക്ക് ഏകദേശം ഒരു 1 ബില്യൻ്റെ പ്രൊജക്റ്റിൽ നിന്ന് അവർ പിന്മാറിയതാണ് ഒരു കാരണം. ഇനി റിയാലിറ്റി സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് ഒബ്രോയ് റിയാലിറ്റിയാണ്, 15% ഇടിവ് രേഖപ്പെടുത്തി. ഫാർമ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ സിവിയർ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. പ്രധാന കാരണം ട്രംപ് അമേരിക്കയിലുള്ള ഫാർമ കമ്പനികൾക്ക് ബൂസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഫാർമ കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും എന്നുള്ള വാർത്ത കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നമ്മളുടെ ഫാർമ സ്റ്റോക്കുകൾ ഇടിവ് രേഖപ്പെടുത്തി. എങ്കിലും സ്പെസിഫിക് സ്റ്റോക്ക് എടുത്ത് പറയുകയാണെങ്കിൽ നാറ്റ്കോ ഫാർമ കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം 30% ഇടിവ് രേഖപ്പെടുത്തി. അത് വീക്കായിട്ടുള്ള ഒരു റിസൾട്ടാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇനി ട്രംപും മോഡിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചകളും കാര്യങ്ങളെല്ലാം തന്നെ നടന്നു. അപ്പോൾ അതിൻ്റെ പ്രകാരം അതിന് മുമ്പ് തന്നെ ഹാർലി ഡേവിഡ്സന്റെ ഇറക്കുമതി തീരുവ ഇന്ത്യൻ ഗവൺമെൻറ് കുറച്ചു. പുതിയതായിട്ട് ഒരു ട്രംപ് റിമൈൻഡ് ചെയ്തൊരു കാര്യം, ഇന്ത്യയും വലിയ തോതിൽ താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ ചെലുത്തുന്ന ഒരു രാജ്യമാണ് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു സൗഹൃദപരമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ ഈ ബർബോൺ വിസ്കിയുടെ എല്ലാം തന്നെ ഇറക്കുമതി തീരുവ 150% നിന്ന് 100%ലേക്ക് ഇന്ത്യൻ ഗവൺമെൻറ് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നിലവിലുള്ള ഇന്ത്യൻ ആൽക്കഹോളിക് കമ്പനിക്ക് അതത്ര നല്ല കാര്യമായിരിക്കില്ല. കാരണം കഴിഞ്ഞ തവണ ഈ ഹാർലി ഡേവിഡ്സന്റെ ഇറക്കുമതി തീരുവ കുറച്ചത് കൊണ്ടാണ് ഐഷർ മോട്ടോഴ്സും ഹീറോ മോട്ടോകോർപ്പും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ ഒരു ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി എന്ന് പറയുന്നത് ഏപ്രിൽ 2 ഈ പുതിയ ഓട്ടോ താരിഫുകളെല്ലാം തന്നെ ഏർപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ചൈനീസ്, ജപ്പാൻ കമ്പനിയിൽ തന്നെ ആണ്. എങ്കിൽ കൂടിയും ഇന്ത്യയിൽ നിന്ന് മാരുതിയും ടാറ്റ മോട്ടോഴ്സും US വാഹനങ്ങളെല്ലാം തന്നെ കയറ്റുമതി നടത്തുന്നുണ്ട്. അപ്പോൾ ട്രംപ് ആദ്യം ഉന്നം വെച്ചത് സ്റ്റീൽ സെക്ടറിനെ ആയിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഓട്ടോ സെക്ടറിലും കൂടി ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് നയങ്ങളെല്ലാം തന്നെ ട്രംപ് പ്രഖ്യാപിക്കുമെന്നുള്ള ന്യൂസാണ് പുതിയതായിട്ടുള്ളത്. ഇനി BSE ലിസ്റ്റഡ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ മാർക്കറ്റ് ക്യാപ്പ് 400 ലക്ഷം കോടിക്ക് താഴെ വന്നു എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം. 464
ലക്ഷം കോടിയായിരുന്നു നമ്മൾ BSE ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ആകെയുള്ള വിപണി മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വലിയ തോതിലൊരു ഇറോഷൻ കുറവ് സംഭവിച്ചു. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 26 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് BSE ലിസ്റ്റഡ് കമ്പനീസിൻ്റെ വൈപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിട്ടുള്ള ഇന്ത്യൻ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളിൽ പ്രധാനിയായിട്ടുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ വലിയൊരു അനൗൺസ്മെൻ്റാണ് വന്നത്. പേപ്പറുകളിലെല്ലാം തന്നെ സെൻട്രൽ പേജിലുണ്ടായിരുന്നു മഹീന്ദ്രയുടെ പുതിയ SUV XEV9 BE6 എന്ന് പറയുന്ന 2 ഇലക്ട്രിക്കൽ വാഹനം. ഈ വാഹനത്തിൻ്റെ ബുക്കിംഗ് മാത്രമായിട്ട് ഏകദേശം 8,472 കോടി രൂപ മഹീന്ദ്ര കരസ്ഥമാക്കി. 30,179 ബുക്കിംഗാണ് മഹീന്ദ്രക്ക് ഈ ഒരു കാറിൽ നിന്ന് ലഭിച്ചത്. അപ്പം മഹീന്ദ്ര താർ ലോഞ്ച് ചെയ്ത സമയത്തും XUV700 ലോഞ്ച് ചെയ്ത സമയത്തും അവരുടെ സ്കോർപിയോ N ലോഞ്ച് ചെയ്ത സമയത്തും ആ ഒരു സമയത്ത് എത്രമാത്രം ജനപ്രീതിയായിരുന്നു കിട്ടിയിരുന്നത്, അതിൽ കൂടുതൽ ജനപ്രീതിയാണ് പുതിയ ഇവരുടെ XEV9 എന്ന് പറയുന്ന വാഹനത്തിന്മേൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേപ്പറുകളിലെല്ലാം തന്നെ നിങ്ങളത് കണ്ടു കാണും. ഇനി മാർക്കറ്റ് ഹോളിഡേ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഹോളിഡേ. ശിവരാത്രി ഈ മാസം 26-ാം തീയതി ഹോളിഡേ ആണ്. കൂടാതെ തന്നെ മാർച്ച് 14-ന് ഹോളി ഉണ്ട്. പിന്നെ മാർച്ച് അവസാനം ഈദുൽ ഫിത്തർ NSEയുടെ ഹോളിഡേ ഉണ്ട്. അപ്പോൾ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് തുടർച്ചയായ 8 ദിവസം തുടർച്ചയായ നെഗറ്റീവിൽ അല്ലെങ്കിൽ റെഡിൽ ക്ലോസ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സംഭവ വികാസം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത്തരത്തിലുള്ളൊരു സിനാരിയോ ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് 8 ദിവസവും തുടർച്ചയായിട്ടാണ് തുടർച്ചയായിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്ന ഒരു സിനാരിയോ ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ 2 വർഷത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ 165 പോയിന്റ് നെഗറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റൊക്കെ മിക്സഡായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്. ഓയിൽ ഇന്ത്യ ഡിവിഡൻഡ് 7 രൂപ, റെക്കോർഡ് ഡേറ്റ് 17-ാം തീയതിയാണ്. IEFL 3 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഡാൽമിയ ഭാരത് ഷുഗർ 4 രൂപ 50 പൈസ, അപ്പോളോ സിന്ദൂരി ഹോട്ടൽ 50 പൈസ, ക്യാമ്പസ് ആക്റ്റീവ് ഫുട്വെയർ 70 പൈസ. ഇതെല്ലാം തന്നെ നമ്മുടെ ഡിവിഡൻഡ് ടാബിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. DESൻ്റെ ആക്ടിവിറ്റീസാണ്. എല്ലാ ദിവസവും അവർ DES ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ബൈയിങ് ആയിരുന്നു. 1500, 4000, 5900, 2900, 4300. പക്ഷേ FISൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്ര തന്നെ അവർ FIS സെല്ല് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ സെല്ല് ചെയ്തിട്ടുണ്ട്. തിങ്കൾ തൊട്ട് വെള്ളി വരെ അവർ സെല്ല് ചെയ്തിട്ടുണ്ട്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 26 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് BSE കമ്പനീസിൻ്റെ വൈപ്പ് ഔട്ടായി പോയിട്ടുള്ളത് ഈ FISൻ്റെ ഭാഗത്തു നിന്നുള്ള കനത്ത സെല്ലിംഗ് ആണ്. ഈ ഒരു വർഷം മാത്രം 1,16,000 കോടി രൂപയാണ് FIS സെല്ല് നടത്തിയിട്ടുള്ളത്. ഇനി ഗ്ലോബൽ ഈവൻറ്റ് നോക്കുകയാണെങ്കിൽ US നിന്ന് ഫെബ്രുവരി 19-ാം തീയതി ബോണ്ട് ഓപ്ഷൻ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 20-ാം തീയതി ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ട്. S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ ഫെബ്രുവരി 21-ന് വരുന്നുണ്ട്. യൂറോസോണിൻ്റെ ഭാഗത്തുനിന്ന് PPI ഡേറ്റ ഫെബ്രുവരി 20-നാണ്. ജർമ്മനിയുടെ ട്രേഡ് ബാലൻസ് ഫെബ്രുവരി 17-നാണ്. UK നിന്ന് ലേബർ പ്രൊഡക്ടിവിറ്റി ഫെബ്രുവരി 18, UKയിലെ ഇൻഫ്ലേഷൻ ഫെബ്രുവരി 19, ഇന്ത്യയുടെ ട്രേഡ് ബാലൻസ് ഫെബ്രുവരി 17, ഇന്ത്യയുടെ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI വരുന്നത് ഫെബ്രുവരി 21 എന്ന നിലയിലാണ്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ടുള്ളത് പ്രീമിയർ എനർജി കമ്പനിയാണ്. 1234 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. SUVN കമ്പനി 90 മെഗാവാട്ടിൻ്റെ പുതിയ സോളാർ പവർ പ്രൊജക്റ്റ് അവർ ഇനാഗ്രേറ്റ് ചെയ്തു. നെസാറ ടെക് മൊബൈൽ ഗെയിമിംഗ് കമ്പനിയാണ്. അവരവരുടെ മൊബൈൽ ഗെയിമിംഗ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ആസ്റ്ററിൻ്റെ ന്യൂസ് നിങ്ങൾ കണ്ടു കാണും. ആസ്റ്റർ 100 ബെഡ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആസ്റ്ററിൻ്റെ കൊച്ചി ഹോസ്പിറ്റലിലാണ് ഈ ഒരു അഡീഷൻ നടന്നിട്ടുള്ളത്. റിലയൻസ് ഇൻഫ്ര നെറ്റ് ലോസാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. 3298 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തവണ 400 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനിയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളും ഗ്ലോബൽ അപ്ഡേറ്റ്സും കഴിഞ്ഞ മാർക്കറ്റിലേക്കുള്ള നമ്മളുടെ ഒരു ചെറിയൊരു വിശകലനവും എല്ലാം തന്നെ. തീർച്ചയായിട്ടും നാളെ രാവിലെ 7:00 പുതിയ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.